Hello all, good morning. ആസ് യൂഷ്വൽ മൈ ഡേ സ്റ്റാർട്ട്സ് ചെയ്യുക ടൈം ഇപ്പോൾ 4:30 മോർണിംഗിൽ എഴുന്നേറ്റ് ഫസ്റ്റ് പരിപാടി കുറച്ച് വാം വാട്ടർ കുടിക്കുക. നല്ല വാം വാട്ടറിന് വേണ്ടിയിട്ടുള്ള ജീരകങ്ങളാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കത്തിക്കുന്നതും രാവിലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മോർണിംഗിൽ ഇങ്ങനെ കോഫി ചായയുടെ പരിപാടി ഇവിടെ ആർക്കുമില്ല കേട്ടോ. വൺസിനെ ബ്ലൂ മോൺ ഇങ്ങനെ ആരെങ്കിലും കുടിച്ചാൽ അത്രേ ഉള്ളൂ കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് പാൽ ഇങ്ങനെ തിളപ്പിക്കണമെന്നില്ല, പാല് ചായക്കല്ല കേട്ടോ, പാല് തൈരുണ്ടാവും. ഇന്ന് ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയൊക്കെ എഴുന്നേറ്റ് വന്നൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ അതെല്ലാം തകർന്ന് തരിപ്പിടെ എന്താ പറ്റിയെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുമ്പ് ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ സിങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളം വാലാനായിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. അത് പ്ലസ് നമുക്കതിൻ്റെ സൈസ് ഇങ്ങനെ നമ്മുടെ സിങ്കിനനുസരിച്ച് നമുക്കതിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാനിത് വാങ്ങിയത് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. പക്ഷേ ഇത് ഓൺലൈനിൽ ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര യൂസ്ഫുൾ ആണെന്ന് ഇപ്പോൾ യൂസ് ചെയ്തപ്പോഴാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് നമ്മുടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവനെ വെച്ചിട്ടാണ് കേട്ടോ. ഇവനെന്ന് പറഞ്ഞാൽ ഈ കുക്കറിന് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഉപ്പയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഉമ്മ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗീയും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ കുറച്ച് അളവുലത്തെ സാധനങ്ങളിടാം. കഷ്ണണ്ടി, കപ്പലണ്ടി, പൊട്ടുകടല, അങ്ങനെ നമുക്ക് എന്തൊക്കെ ആവശ്യം അതൊക്കെ കുറച്ച് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്കത് ഉപ്മാവിൽ ഇങ്ങനെ ഇടയ്ക്കിട്ട് കടിക്കുന്നത് ഇഷ്ടമാണ്. അതാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് സബോള, വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യും. പണ്ടൊക്കെ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ആകെ രവ ഉപ്മ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കണ്ടിട്ടും അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നൊക്കെ എത്ര ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഉപ്മ. ഈ ഉപ്മ മോള് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് കൊടുക്കാൻ ഹെൽത്തിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ഒരു ഉപ്മയായിരുന്നു കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടമായി. പിന്നെ അത് ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ഐറ്റമായി മാറി. പക്ഷേ ഇപ്പോൾ അവൾക്ക് ആ ഉപ്മ ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞങ്ങൾ വീക്ക്ലി വൺസെങ്കിലും ഈ ഉപ്മ വീട്ടിലുണ്ടാക്കും. മക്കളെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകുക. അവർ മോർണിംഗിൽ വീട്ടിലൊന്നും കഴിക്കില്ല, സ്കൂളിൽ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇത് ഉപ്മ തന്നെയാണ് ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഇടയിൽ വെച്ച് ഞങ്ങളുടെ സന്തത സഹചാരിയായ ഉപ്മയാണ് ഇന്നത്തെയും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പറഞ്ഞ് വെജിറ്റബിൾസ്, സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു. ഞങ്ങളുടെ ഡെയിലി വ്ളോഗുകളും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് 2.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ചൂടാക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചത്. അതിലേക്ക് 1 ഗ്ലാസ് ഡാലിയ ഇട്ട് കൊടുക്കുക. ഡാലിയ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചാൽ നമ്മൾ റവയൊക്കെ വറുത്തെടുക്കില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2 വിസിൽ വരെ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ. ഉപ്മ തുറക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി നല്ല ഫോമിലായിട്ട് നല്ല ടെക്സ്ചറായി കേട്ടോ. അതായത് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ലഞ്ചിന് എന്താ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് കറിക്കായിട്ട് ഈ മട്ടറും പനീറും കൂടി വെക്കാനാണ് വിചാരിക്കുന്നത്. ഈ മട്ടർ ഇനിയും ഫ്രിഡ്ജിലിരുന്ന് അത് മുള വന്ന് ചെടികളായിട്ട് മാറുന്നു തോന്നി. അപ്പോൾ അത് ഇന്ന് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പനീർ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുവരെ ഓക്കെ ആയിരുന്നു, ഇതുവരെയല്ല, ഇതിന് മുമ്പ് വരെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്ലാനുകളൊക്കെ തട്ടിമറിച്ചു എന്ന് പറയുന്ന സംഭവം നടന്നത്. സംഭവം എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല, കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി സംഭവിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ടൈമില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാവരും ഒന്ന് തകിടം മറിയും. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറേ ബ്ലഡ് വരാൻ തുടങ്ങി. ഞാൻ കത്തിയൊന്നും എടുത്തിട്ടുണ്ടായില്ല, പക്ഷേ എവിടെന്നോ എന്തൊക്കെയോ വരാൻ തുടങ്ങി. പിന്നെ അത് ഫൈൻഡ് ഔട്ടൊക്കെ ചെയ്ത് അങ്ങനെ കുറേ നേരം പോയി. അപ്പോൾ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് മട്ടർ മസാല അങ്ങനെയല്ലേ പനീർ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബട്ടറും ഓയിലും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഈസി മെത്തേഡാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ തക്കാളി നന്നായിട്ട് ടോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് എല്ലാ മസാലകളും ഇട്ടു. പിന്നെ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിരുന്ന മട്ടർ, നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പച്ച ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു. അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ മുളയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉണ്ടായത് ഫുൾ എടുത്തു. ആക്ച്വലി ഒരു 1 ഗ്ലാസിൻ്റെ അത്രയൊക്കെ മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര നേരം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് പനീറും കൂടി ഇടാം. പനീറും കൂടി ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം അധികം ഒഴിക്കേണ്ട, കാരണം പനീറിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവും. പിന്നെ അത് മതി, കുക്കറിൽ വെക്കുമ്പോൾ അത് മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇട്ട് ഉപ്പൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഒന്ന് അധികം കയ്യിൽ വെച്ചിട്ട് ഇളക്കണ്ട, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു കൊടുക്കുക. അതിന് മുമ്പ് കസൂരി മെത്തിയും കൂടി ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് അടച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്ത് വിസിൽ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ നമ്മൾ തുറന്നിട്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പ്ലസ് നമ്മൾ കുറച്ച് ഒരു 10-15 കാഷ്യൂ വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതോടെ വിസിൽ വരുമ്പോഴേക്കും ഞാൻ പോയിട്ട് ടിഫിൻ പാക്ക് ചെയ്യുന്നുണ്ട്. പിള്ളേർക്കും എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ ടിഫിനൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉപ്മയുടെ ടെക്സ്ചറൊക്കെ മാറി നല്ല വെള്ളമൊക്കെ പറ്റി നല്ല ഫോമായിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കാഷ്യൂൻ്റെ പേസ്റ്റോ അല്ലെങ്കിൽ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായത് ഫ്രഷ് ക്രീം ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്, അതായാലും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കാഷ്യൂൻ്റെ പേസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്ത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കസൂരി മെത്തി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് അത്രയും കൂടി നമ്മുടെ കറി സെറ്റായി. ഇപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വേഗം റെഡിയായി, ഞങ്ങൾ വേഗം ഇറങ്ങി. അവർ സ്കൂളിലേക്കും ഞാൻ ഓഫീസിലേക്കും ആയിട്ട് വേഗം ഇറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.